പഠിക്കാനോ അത് ആചരിക്കാനോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഇന്നത്തെ ജനതയ്ക്ക് അതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ ഉപദേശത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം സിദ്ധമഹാപുരുഷനായിട്ടുള്ള സദാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആത്മാനന്ദഭാരതി സ്വാമിജിയെ ഉത്തരഭാരതത്തിലേക്ക് അയക്കുകയും അദ്ദേഹം കാശിയിലെ അഖാഡയിൽ അംഗമായി അഖാഡയിലെ മഹാമണ്ഡലേശ്വരിൽ നിന്ന് വിദ്യാഭ്യസിക്കുകയും പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും പ്രയാഗ്രാജ് കുംഭമേളയിലെ ദീക്ഷയിൽ നിന്നാണ് അദ്ദേഹം രാജരാജേശ്വരി ഉപാസകനായി മാറുന്നത്. പ്രയാഗ്രാജ് കുംഭമേളയാണ് രാജരാജേശ്വരി കുംഭം. അങ്ങനെ 100 വർഷത്തോളം മുമ്പ് നടന്ന പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പരമ്പരയിലെ ഒരു കണ്ണിയായിട്ട് ഈ വർഷത്തെ മഹാകുംഭിൽ ഈ ഭാരതത്തിൻ്റെ സന്യാസി പരമ്പരയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മഹാമണ്ഡലേശ്വർ ഈ സന്യാസ പരമ്പരയ്ക്ക് കൂട്ടിയോജിപ്പിക്കുന്നതിനും സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രചരണവും സംരക്ഷണ പ്രവർത്തനങ്ങളും നൽകുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള മഹാമണ്ഡലേശ്വർ ഗദ്ദി ആദിശങ്കര ഭൂമിയിൽ നിന്ന് ഒരു ഗദ്ദി വേണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് ആത്മാനന്ദ ഭാരതി സ്വാമിജിയുടെ പരമ്പരയിൽ നിന്നാവട്ടെ എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായിട്ടുള്ള ആത്മാനന്ദ ഭാരതി സ്വാമിജിയും നമ്മളെല്ലാവരും തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീ പഞ്ചദശനാം ജൂന അഖാഡ ആ ഗദ്ദിയിലേക്ക് നമ്മളെ നിയുക്തനാക്കി. കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു മഹാമണ്ഡലേശ്വർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധമാക്കിയ ഒരു മണ്ണാണ്. നമ്മുടെ ഇവിടെ സദാനന്ദ സ്വാമിജികളുടെ സമാധി പ്രതിഷ്ഠ ചെയ്തത്, ഈ ആശ്രമത്തിൻ്റെ വ്യവസ്ഥ ആത്മാനന്ദ ഭാരതി സ്വാമിജിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയത് അഖാഡയുടെ മഹാമണ്ഡലേശ്വർ 100 വർഷത്തോളം മുമ്പ് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ കേരളത്തിലേക്ക് നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു സ്ഥാനത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നതിന് സദാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് വരുന്നതിനൊരു കാരണമായിട്ട് പറഞ്ഞത് കേരളമാണ് ഏറ്റവും കൂടുതൽ സന്യാസി പാരമ്പര്യത്തെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കാത്ത ഒരു സ്ഥലമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ കേരളത്തിനൊരു മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേരളത്തിന് ലോകത്തെ നയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപാട് മഹാത്മാക്കളുടെ ഭൂമിയാണ്, ജന്മഭൂമിയാണ് കേരളം. ആദിശങ്കര ഭഗവത്പാദര് തൊട്ട് ശ്രീരാമകൃഷ്ണ മിഷനെ വിവേകാനന്ദ സ്വാമി കാലത്ത് ഹിമാലയം മുഴുവൻ ഭരിച്ചിരുന്നു എന്ന് പറയുന്ന തപോവന സ്വാമികൾ, ശിവാനന്ദ സ്വാമികൾ, പുരുഷോത്തമാനന്ദ സ്വാമികൾ, കാശിയിലെ ഏറ്റവും വിദ്വതയുടെ കേന്ദ്രമായിട്ടുള്ള ദക്ഷിണാമൂർത്തി മഠത്തിൻ്റെ ആചാര്യനായിരുന്ന കാശികാനന്ദഗിരി സ്വാമികൾ, അങ്ങനെ അനവധി മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളം എന്നുണ്ടെങ്കിലും ആ മഹാത്മാക്കളൊക്കെ കേരളം വിട്ട് ഉത്തരഭാരതത്തിലാണ് കേന്ദ്രീകരിക്കുകയും അവരുടെ ആധ്യാത്മിക സനാതന ധർമ്മ പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ നിന്ന് തിരിച്ചു വന്ന 2 മഹാത്മാക്കളാണ് ഈ ആശ്രമം സ്ഥാപിച്ച സദാനന്ദ സ്വാമികളും ആത്മാനന്ദ ഭാരതി സ്വാമികളും.
അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വാമിജിയും സംസാരിച്ച രാധാകൃഷ്ണൻജിയും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ യുവതലമുറ എത്തി നിൽക്കുന്നത്. ഒരു ലഹരിയുടെ വലിയ ഒരു നീരാളിപ്പിടുത്തത്തിനിടയിലാണ്. സ്വാമി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുതിർന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല പല ജീവിത പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നറിയാതെ ആത്മഹത്യയുടെ ഒരു വഴിയിലാണ്. അപ്പം ഇതിനെല്ലാം എന്താണ് ഒരു മറുമരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സനാതന ധർമ്മം മാത്രമാണ്, നമ്മുടെ ആധ്യാത്മികത മാത്രമാണ്. അപ്പോൾ സനാതന ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആധ്യാത്മികത അടിത്തറയാക്കിക്കൊണ്ട് ഇന്നത്തെ സമാജത്തിന് വളരാനും ഇന്നത്തെ കെടുതികളിൽ നിന്ന് മുക്തി നേടാനും വളരാനും മുന്നോട്ട് പോകാനുമുള്ള കരുത്ത് പകരുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ട് അവധൂതാശ്രമം വരും കാലങ്ങളിൽ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു നാന്ദിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതിനെല്ലാവരും നിങ്ങളെല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് ഈ ആശ്രമത്തെ മാറ്റിത്തീർക്കണം, ഈ കേരളത്തെ മാറ്റിത്തീർക്കണം. അതിനെല്ലാമുള്ള ഒരു തുടക്കമായിട്ട് ഈ കാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ായിട്ടുള്ള മഠാധിപതി സന്യാസികളും സ്വാമി ചിദാനന്ദ ഭാരതി സ്വാമിജികളും സ്വാമിജിയുടെ ശിഷ്യനായിട്ടുള്ള മഹാമണ്ഡലേശ്വരായ നമ്മുടെ ഈ നാടിന് തന്നെ കേരളത്തിൻ്റെ ദക്ഷിണേന്ത്യക്ക് തന്നെ നവോത്ഥാനത്തിൻ്റെ പുതിയ തിരികൊളുത്തുന്ന അല്ലെങ്കിൽ അതിന് ചരിത്രം എഴുതുന്ന മഹാമണ്ഡലേശ്വരായി മാറിയിട്ടുള്ള നമ്മുടെ ആനന്ദവനം ഭാരതി സ്വാമിജികൾ, അതുപോലെ അമൃതാനന്ദ സ്വാമികൾ, വേണിച്ചേട്ടൻ, അതുപോലെ KPMSന്റെ സംസ്ഥാന ട്രഷറായിട്ടുള്ള സുരേന്ദ്ര സാബു, വിശ്വകർമ്മസ്വാമിയുടെ മുരളിച്ചേട്ടൻ അടക്കം ഒരുപാട് മഹാത്മാക്കൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ധന്യമായ ഒരു അഭിമാന നിമിഷമാണ്. സ്വാമിജി ഒരുപാട് വേദനകൾക്കിടയിലും സ്വാമിജിക്ക് ഒരുപാട് വേദനകളുള്ള ഉണ്ടായിട്ടുള്ള 2 ദിവസം കൊണ്ട് നമ്മുടെ ആശ്രമത്തിൻ്റെ തന്നെ മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ള മഹാപ്രസാദ് ആത്മാനന്ദ ഭാരതി സ്വാമിജികൾ സ്ഥാപിച്ച സിദ്ധ സംവിധാനത്തിലുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ വിഗ്രഹവും കവർന്ന് ആ വിഷമത്തിനിടയിലും ഇന്ന് മഹാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ നാടിന് മഹാപ്രസാദ സ്വാമിജിയുടെ ആ പരമ്പരയ്ക്ക് ഇന്ന് ഈ ഭാരതത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തുന്ന ആ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള മഹാമണ്ഡലേശ്വരായിട്ടുള്ള